അഡ്വക്കേറ്റ് അരുൺകുമാർ, എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. സംസ്ഥാനം ഞെട്ടിയ ഒരു കൊലക്കേസിലെ പ്രതി, 3 ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട കേസിലെ പ്രതി ശിക്ഷാ ഇളവ് നേടി പുറത്തേക്ക് വരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതിക്ക് പുറത്തേക്ക് വഴിയൊരുങ്ങാൻ ഈ പറയുന്ന അധികാരം തുണയ്ക്ക് നിൽക്കുന്നു എന്ന ആരോപണം ഗൗരവ സ്വഭാവമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഉത്തരം പറ. അത് എനിക്കറിയില്ല. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ഇവിടെ ഈ രാജ്യത്തെ നിയമപ്രകാരം മാത്രമാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്താ വിശ്വാസമാവില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ഗോപാൽജിക്ക് എന്നെ തീരെ വിശ്വാസമില്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ജീവപര്യന്തം എന്നാണെങ്കിലും 14 വർഷം ശിക്ഷ പൂർത്തീകരിച്ചാൽ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള റിമിഷൻ കൊടുക്കാൻ എല്ലാ അവകാശവുമുണ്ട്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്ന് അങ്ങനെയാണ്. ഇവിടെ ഷെറിൻ 14 വർഷവും 4 മാസവും 17 ദിവസവും പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് അപേക്ഷ കൊടുത്തത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ശുപാർശ ചെയ്താലും മന്ത്രിസഭ നോക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യമാണോ? ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? പോസ്കോ കേസാണോ? അല്ല, ഈ പറയുന്ന നല്ല ബുക്കിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും സ്വന്തം കേസിൽ, അതായത് അവനവൻ ഉൾപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പ്രതി നിയമത്തിന്റെ വഴിയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്ന അറിവ് കിട്ടുമ്പോ മറ്റു പ്രതികൾ കോടതിയുടെ മുന്നിലേക്ക് വരില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കോടതിയുടെ മുന്നിലേക്ക് പോകാമല്ലോ അവർക്ക് ശിക്ഷാ ഇളവ് തേടി. അപ്പൊ അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുകയല്ലേ ഈ സംവിധാനം? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. ഒറ്റ കാര്യം, കോടതിക്ക് ഇതിലൊരു റോളും ഇല്ല. ജയിൽ ഉപദേശക സമിതിക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് പല സമയത്ത് പല രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സർട്ടിഫിക്കറ്റോട് കൂടിയോ അല്ലാതെയോ അത് ക്യാബിനറ്റിന് ശുപാർശ ചെയ്യാം. ഇതൊക്കെ ഒരു വിവേചനാധികാരത്തിന്റെ പേരിൽ നൽകേണ്ടതാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. അതോ നിയമത്തിൽ ഇതിന് വ്യവസ്ഥയില്ലേ? ഇത്രയും കുറ്റം കൃത്യം ചെയ്ത ആളുകൾക്ക് സുഖമായി പുറത്തു വരാനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടോ? അതും ആനുകാലികമായി ഇത്രയധികം ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇവിടെയുള്ളതൊന്നും പോരാ, ഇനിയും ജയിലിൽ നിന്ന് ആളുകൾ വരട്ടെ, അവർക്കൊക്കെ പശ്ചാത്താപം ഉണ്ടായി എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ക്രിമിനലുകൾ സമൂഹത്തിലേക്ക് വരണോ എന്നുള്ളതൊക്കെ നമ്മൾ കൂടി ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് അരുൺകുമാർ, കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.